കമാൻഡോയുടെ ആത്മഹത്യ വളരെ വിവാദമായി. കമാൻഡോയെ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ കമാൻഡോയുടെ സെൻട്രൽ ഓഫീസിൽ ശുചിമുറിയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത കണ്ടത്. ഇത് വളരെ വിവാദമായി. അദ്ദേഹത്തിനെ മാനസികമായി വളരെയധികം പീഡിപ്പിച്ചു. മേലുദ്യോഗസ്ഥന് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് അജിത് എന്ന് പറഞ്ഞ ആളാണ് പീഡിപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിൽ പലതിനും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സുനീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഏകദേശം ഒരു മാസം മുമ്പ് ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പീഡനത്തിന് വിധേയമായതുകൊണ്ടാണ് സുനീഷ് ആത്മഹത്യ ചെയ്തത് എന്ന് അന്നേ വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം സുനീഷിൻ്റെ സഹപ്രവർത്തകനായ ഒരാൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് വളരെ വിവാദമായി. സിദ്ദിഖ് MLA പറഞ്ഞ് ഇതൊരു ജുഡീഷ്യൽ അംഗം വേണം. പോലീസിലെ ആത്മഹത്യ പ്രവണത കൂടുന്നു, ആത്മഹത്യ ധാരാളം നടക്കുന്നു. അതുകൊണ്ട് ഇത് പോലീസിലെ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ആത്മഹത്യ സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ വളരെയധികം സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പൊതുവെ ഉദ്യോഗസ്ഥർക്ക് ടെൻഷൻ കൂടുതലാണ്. അത് കൂടുതലും മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം കൊണ്ടുണ്ടാകുന്നതാണ്. അവർക്ക് വീട്ടിൽ പോകാൻ അവസരം ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കമാൻഡോസൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വീട് വിട്ട് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് വീട്ടിൽ വരാൻ അസൗകര്യമുണ്ട്. ഇപ്പം ഈ ആത്മഹത്യ ചെയ്ത സ്വയം തൻ്റെ തോക്കിലെ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത ആ പോലീസ് കോൺസ്റ്റബിൾ കമാൻഡോ പറയുന്നത് തനിക്ക് ഭാര്യ പ്രഗ്നൻ്റാണ്, ഭാര്യയെ ശുശ്രൂഷിക്കാൻ ലീവ് ചോദിച്ചിട്ട് കൊടുത്തില്ല, അതുപോലെ തന്നെ തനിക്ക് വീട്ടിൽ പോകാനായിട്ട് അനുവദിച്ചില്ല, തന്നെ ചെയ്ത വർക്കൗട്ടിൽ ഒരു 30 സെക്കൻഡ് റണ്ണിങ്ങിൽ 30 സെക്കൻഡ് പിന്നോട്ടായിപ്പോയി, അതുകൊണ്ട് ലീവ് തരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ പിടിച്ചിട്ടു. മാനസിക വിഷമം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ മെസ്സേജിലും മേലുദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നും എഴുതിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു മാസം മുമ്പ് അതേ കമാൻഡോ ഇതേ രീതിയിലുള്ള മാനസിക സംഘർഷത്താൽ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ആത്മഹത്യ ചെയ്തു. ഇന്ന് തന്നെ മറ്റൊരു സംഭവം കേരളത്തിലുണ്ടായ രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു ASI ഇന്നലെയോ മിനിഞ്ഞാതോ അദ്ദേഹവും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കേരളത്തിലെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് സർക്കാർ ശ്രദ്ധിക്കണം, DGP ശ്രദ്ധിക്കണം. ഈ മാനസിക സംഘർഷം ലഘൂകരിക്കാനും അതിനു വേണ്ട ക്ലാസ് എടുക്കാനും ഉപദേശം കൊടുക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് അവരുടെ വീടുകളിൽ പോകാനുള്ള സൗകര്യങ്ങൾ 10 ദിവസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയിനിടയ്ക്ക് 2 ദിവസമെങ്കിലും അവധി കൊടുക്കുന്നതായിരിക്കും ബുദ്ധിപൂർവമായ തീരുമാനമെന്ന് ഞാൻ കരുതുന്നു. കാരണം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയുന്നില്ല, ഭാര്യ ചിലപ്പം പ്രഗ്നൻ്റ് ആയിരിക്കും ചിലരുടെ വീടുകളിൽ, അതേ സമയത്ത് വൈഫിനെ കാണാൻ പറ്റുന്നില്ല, രോഗാവസ്ഥയിലുള്ള മാതാപിതാക്കളെ കാണാൻ പറ്റുന്നില്ല, മറ്റൊരു ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു മാസത്തോളം ഇടയ്ക്ക് ഒരു ലീവ് കിട്ടിയെങ്കിലായി, ചില സമയത്ത് 10, 30, 40 ദിവസം വരെ ലീവ് കിട്ടാതെ വന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ലീവ് ചോദിച്ചു, ഭാര്യ പ്രഗ്നൻ്റാണ്, ഭാര്യയെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് നടന്നില്ല, അനുവദിച്ചില്ല. അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് അജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം ലീവ് കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ പീഡനം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നൊരു ധ്വനി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥർ ഒരു RI മുതൽ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ്, ഡെപ്യൂട്ടി കമാൻഡൻറ്റും കമാൻഡൻറ്റ് ഉൾപ്പെടെയുള്ളവരെ ഇതുപോലെയുള്ള തങ്ങളുടെ കീഴ് ജീവനക്കാരുടെ മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ലീവ് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. കാരണം ടെൻഷൻ കുറയ്ക്കണം ഇവരുടെ എല്ലാവരും. അത് അവരുടെ ചാർജുള്ള ഉദ്യോഗസ്ഥനറിയാം ഓരോരുത്തരുടെ കുടുംബ പ്രശ്നങ്ങൾ, എമർജൻസി പോകേണ്ടത് എങ്ങനെയാണ്. അങ്ങനെ അവർ പോകേണ്ട കാര്യത്തിന് പോകണം. കുട്ടികളുടെ വിദ്യാഭ്യാസകാരന് അല്ലെ TC വാങ്ങാൻ, ട്രാൻസ്ഫർ ആയാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ, ബെഡ് റിഡനായ മാതാപിതാക്കൾ, ചിലപ്പോൾ ഒരു മകൻ മാത്രമേ ഉണ്ടൂ, അയാൾ പോലീസുകാരനായി,
അങ്ങനെയുള്ള സന്ദർഭം മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് 2 ആഴ്ചയിലൊരിക്കലും 2-3 ദിവസം ലീവ് കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. വീട്ടിൽ സംഘർഷം കുറയ്ക്കാൻ അത് വളരെയധികം സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാമമംഗലം പോലീസ് സ്റ്റേഷനിൽ മിനിഞ്ഞാന്ന് ഒരാൾ ASI ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ആത്മഹത്യകൾ എല്ലാ റാങ്കിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മൾ പല ആത്മഹത്യകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം DYSP ഒരാൾ ട്രെയിനിനടിയിൽ ചാടി ആത്മഹത്യ ചെയ്ത സമീപ ദിവസങ്ങളിലാണ്. അതുപോലെ ഒരു SHO ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. അദ്ദേഹം എറണാകുളം റൂറൽ ജില്ലയിലിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഓരോ കേസുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മാനസിക സംഘർഷം കൊണ്ട് തന്നെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ സ്വയം വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക പീഡനമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലധികാരിയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ആ മേലധികാരിയുടെ ഈ മാനസിക പീഡനം കൊണ്ടാണ് മരിച്ചതെങ്കിൽ 306 IPC അല്ലെങ്കിൽ 108 BNS പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. കാരണം അതിന് ചില പ്രതിപക്ഷ കക്ഷികൾ എല്ലാം രംഗത്തെത്തിക്കഴിഞ്ഞു. കാരണം ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് തർപ്പിച്ച് പറയുന്നു. അവരുടെ വീട്ടുകാരുടെ, ബന്ധുക്കളുടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ ആരോപണം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് DGP ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ പലരും ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പല സംഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിൽ പോലീസിൽ ആ സംഘർഷം കുറയ്ക്കുന്നതിന് അവർക്ക് കാലോചിതമായ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ലീവ് കൊടുത്ത് കുറച്ച് അവരുടെ മെൻ്റൽ ടെൻഷൻ കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇത് ആത്മഹത്യ നമുക്ക് കുറേയൊക്കെ തടയാൻ കഴിയും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത് കുമാറും ADGP ലോ ആൻഡ് ഓർഡർ, നേരത്തെ ADGP ലോ ആൻഡ് ഓർഡറുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ വലിയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം പോലീസിൽ ഇരിക്കുന്ന സമയത്ത് വളരെയധികം കോൾ ഡീറ്റെയിൽസുകളും മറ്റും അദ്ദേഹത്തിന് ചോർത്തി കൊടുത്ത് അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് അജിത് കുമാർ എന്ന അസിസ്റ്റന്റ് കമാൻഡൻറ്റ് ഈ രീതി എല്ലാവരും ഹാർഷായിട്ട് പെരുമാറുന്നതെന്ന് പോലീസുകാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുകൂടെ പരിശോധിക്കണം DGP. കാരണം ഈ ആത്മഹത്യ നയിച്ച് ഇതിന് തൊട്ട് മുമ്പ് 1 മാസം മുമ്പ് മറ്റൊരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കേണ്ടി വരും. അത് രണ്ടുപേരും ഈ അജിത് കുമാർ അസിസ്റ്റന്റ് കമാൻഡൻറ്റിൻ്റെ കീഴിലുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഇത് സംഭവിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്? അവിടുത്തെ പൊതുവേ അവിടെയുള്ള കമാൻഡോസിനെല്ലാം ഇദ്ദേഹത്തിനോട് അതൃപ്തിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കുറച്ച് ഹാർഡാണ്. അവർക്ക് മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അവർക്കാർക്കും ലീവ് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് ആ ഭാഗം അദ്ദേഹത്തിന് 8-9 വർഷമായിട്ട് അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അടിയന്തരമായിട്ട് അവിടുന്ന് മാറ്റണം. കാരണം മറ്റൊരു യൂണിറ്റിലേക്ക് വിടുന്നതാണ് നല്ലത്. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം കുറച്ച് ചെയ്യാൻ തോന്നും. ഹാർഡായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കും. ഒരു മനുഷ്യത്വപരമായ ഒരു തീരുമാനം അവിടെ ഉണ്ടായില്ല എന്നാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് നടത്തണം. അല്പം ശാന്തത അവിടെ കൈവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ട്രാൻസ്ഫറാണ് അടിയന്തരമായി ചെയ്യേണ്ടത്.